ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് യൂബറിൽ ടാക്സി ബുക്ക് ചെയ്യുന്നതെന്നുള്ളതാണ്. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ ഫോണിൽ പ്ലേ സ്റ്റോറിൽ പോയി യൂബർ ലൈറ്റ് യൂബർ ടൈപ്പ് ചെയ്യുക. അപ്പോൾ വരുന്ന യൂബറിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. കുറച്ച് മിനിറ്റ്സ് എടുക്കും. ഇൻസ്റ്റാൾ ആയതിനു ശേഷം ഓൾറെഡി അക്കൗണ്ട് ഉള്ള ആളാണെങ്കിൽ സൈൻ ഇൻ ചെയ്യുക. അക്കൗണ്ട് ഇല്ലാത്ത ഒരാളാണെങ്കിൽ പുതുതായിട്ടൊരു അക്കൗണ്ട് എടുക്കേണ്ടതാണ്. നിലവിൽ എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ട്. നമ്മളെല്ലാ പെർമിഷനും എഗ്രി കൊടുക്കുക. ഓക്കെ, അക്കൗണ്ട് ഇല്ലാത്ത ഒരാൾ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ നൽകി നമ്മൾ സൈൻ അപ്പ് കൊടുക്കേണ്ടതാണ്. മൊബൈലിലേക്ക് വരുന്ന OTP കൊടുത്ത് നമുക്ക് സൈൻ ഇൻ ആകുന്നതാണ്. എനിക്ക് ഓൾറെഡി നിലവിൽ അക്കൗണ്ട് ഉള്ളതുകൊണ്ട് എൻ്റെ പഴയ നമ്പർ തന്നെ ഞാൻ കൊടുത്ത് OTP ഓട്ടോമാറ്റിക്കായിട്ട് കോപ്പി ചെയ്തു ലോഗിൻ ആയിട്ടുണ്ട്. ഓക്കെ, അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ടൂൾസുകളാണ്. നമുക്കൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും അടിയിൽ നമ്മളിപ്പോൾ നിലവിൽ നിൽക്കുന്ന ലൊക്കേഷൻ ഫസ്റ്റും സെക്കൻഡ് നമുക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ലൊക്കേഷനുമുണ്ട്. അതിൽ നമുക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ലൊക്കേഷൻ ഞാൻ തൃപ്പൂണിത്തുറ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഫൈൻഡ് ട്രിപ്സ് എന്ന് പറഞ്ഞ അടിവശത്ത് കാണുന്ന കോളത്തിൽ ഡ്രോപ്പ് ഓഫ് ലൊക്കേഷൻ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ തൃപ്പൂണിത്തുറ എന്ന് അടിച്ചു കൊടുക്കുകയാണ്. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ അവിടെ നമ്മുടെ മുകളിൽ വരുന്നതാണ്. രണ്ടാമത്തെ കോളത്തിനാണ് നമ്മൾ നമ്മുടെ ലൊക്കേഷൻ കൊടുക്കുന്നത്. എനിക്ക് ഇവിടുന്ന് കാണിക്കുന്ന രണ്ട് ഓപ്ഷൻ ഉണ്ടാവും. പിന്നീട് വരുന്ന വിൻഡോയിൽ ഗോ യൂബർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. നമ്മൾ അതിൽ ആദ്യം ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സാധാരണ ഇതിൽ രണ്ട് ഓപ്ഷൻ ഉണ്ടാകാറുണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് വിച്ച് വെഹിക്കിൾ, അതായത് ഏത് വെഹിക്കിൾ ടൈപ്പ് സെലക്ട് ചെയ്യണമെന്നുള്ള ഓപ്ഷനാണ്. നമുക്ക് സെഡാൻ വേണമെങ്കിൽ സെഡാൻ യൂസ് ചെയ്യാം, ഹാഷ് ബാഗ് വേണമെങ്കിൽ ഹാഷ് ബാഗ് യൂസ് ചെയ്യാം. സെഡാൻ എന്ന് പറഞ്ഞാൽ വലിയ പുറകോട്ടുള്ള നീട്ടുള്ള വണ്ടിയും, ഹാഷ് ബാഗ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു വണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഗോ ഇൻ്റർസിറ്റി ക്ലിക്ക് ചെയ്യണം. വണ്ടിയായിട്ട് കണക്റ്റ് ആവും. വണ്ടിയുടെ ഡ്രൈവറുടെ ഫോട്ടോയും വണ്ടി നമ്പരും കൂടെ ഒരു 4 OTP നമ്പറും ഉണ്ടാവും. നമ്മൾ വണ്ടിയിൽ കയറിയതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ OTP അയാൾക്ക് പാസ് ചെയ്യുക. അതിന് മുന്നേ നമ്മൾ അക്കൗണ്ട് ലോഗിൻ ചെയ്യുന്ന സമയത്ത് പേയ്മെൻറ്റ് മെത്തേഡ് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ നമുക്ക് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ആഡ് ചെയ്യാം, ക്യാഷ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ ക്യാഷ് ആയിട്ടാണ് ആഡ് ചെയ്തത്. ഓക്കെ, എൻ്റെ ട്രിപ്പ് ഓക്കെ ആയിട്ടുണ്ട്. ഡ്രൈവറെ ഫൈൻഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ കാണാം 4 അക്ക OTP നമ്പർ കാണാം. ഈ OTP നമ്പറാണ് വണ്ടി വരുമ്പോൾ നമ്മൾ ഡ്രൈവറെ കാണിക്കേണ്ടത്. ഇതാണ് എൻ്റെ വണ്ടിയുടെ, ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള വണ്ടിയും വണ്ടിയുടെ നമ്പരും. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അതിൽ കുറച്ച് ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഞാൻ കാണിച്ചു തരാം. ഞാൻ ആ ട്രിപ്പ് എന്തായാലും ക്യാൻസൽ ചെയ്യുവാണ്, കാരണം നമുക്കത് ആവശ്യമില്ല. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ഞാനിപ്പോൾ അത് ചെയ്യുന്നേ ഉള്ളൂ. അടുത്ത ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് വേണ്ടി നമുക്ക് ഇതിൽ റൈഡ് ബുക്ക് ചെയ്യാം. അതിനാണ് ബുക്ക് യുവർ റൈഡ് ഫോർ സമ്മൺ എൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് മറ്റൊരാൾക്ക് വേണ്ടി നമുക്ക് ബുക്ക് ചെയ്യാം. നമുക്കിനി വേറൊരു ഡേറ്റിൽ വേറൊരു ദിവസം പോകണമെന്നുണ്ടെങ്കിൽ പ്രീ ബുക്കും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഡേറ്റും ടൈമും കൃത്യമായിട്ട് അടിച്ചു കൊടുത്ത് പ്രീ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ദിവസം ആ ടൈം നമുക്ക് വണ്ടി ഓട്ടോമാറ്റിക്കലി അറേഞ്ച് ആവുന്നതാണ്. ഇത്രയൊക്കെ ഉള്ളൂ, വളരെ സിമ്പിളാണ്. എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടാണ് അതിൻ്റെ അതൊരു ഓപ്ഷൻ എല്ലാവരും സെറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്.